അപ്പോൾ അതിൽ അയാളോട് ചോദിച്ചു ഇനി എന്താണ് ഫ്യൂച്ചറിലുള്ള ആൾക്കാർ പെർസ്യൂ ചെയ്യേണ്ടത്, എന്ത് പഠിക്കണം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് പിന്നെ ഫണ്ടമെൻ്റൽസ് പഠിക്കണം എന്നാണ്. അതായത് എന്താ പറയുക, പുള്ളി പറഞ്ഞത് ഇപ്പോൾ ഡൊമൈൻ നോളജ് ഡെവലപ്പ് ചെയ്യലാണ് ഇനി കമ്പ്യൂട്ടർ കോഡ് ചെയ്യാൻ പഠിക്കുന്നതിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻറ്റ്. കാരണം ഇഫ് യു വാണ്ട് ടു ബി എ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് പിന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI സിസ്റ്റംസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടിങ് പഠിക്കണം. അപ്പോൾ അത് ഇറ്റ്സ് ലൈക്ക് ഇയേഴ്സ് ഓഫ് എഫേർട്ട് ഇട്ട് പോകേണ്ട കാര്യമായിരിക്കും. നേരെ മറിച്ച് AI എനേബിൾഡ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനാണ്, അതായിരിക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നത്. അവിടെ നമുക്ക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള നോളജുകളാണ് ആവശ്യം. കാരണം യു ആർ ഗോയിങ് ടു ഗെറ്റ് സോ മെനി പിന്നെ പ്രോഗ്രാമേഴ്സ്. ഏത് AI ആണല്ലോ ജനറേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം. അപ്പോൾ അതെ AI അപ്പോൾ കമ്പ്യൂട്ടർ തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാം ജനറേറ്റ് ചെയ്യാൻ കേപ്പബിളായ ഒരു കാലഘട്ടത്തിൽ ഡൊമൈൻ നോളജുള്ള ആൾക്കാർ വന്ന് പിന്നെ മെഷീൻസിനെ കൊണ്ട് കോഡ് ജനറേറ്റ് ചെയ്യിപ്പിക്കുകയോ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഗ്രാം, അതായത് നാച്ചുറൽ ലാംഗ്വേജ് യൂസ് ചെയ്ത്